കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വരൂ സർ. നിങ്ങൾ ആ ബാൽക്കണിയിൽ ഇറങ്ങി നോക്ക്. ശരി സർ. ചുവരിൽ ഷൂസിന്റെ പാടെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. CCTV ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ സർ. ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റിന് സാധ്യത കുറവാ. ഞാൻ കാണുമ്പോൾ അയാളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു സർ. ഈ ഭാഗത്തെ CCTV ഫുട്ടേജ് നോക്കണം. അത് ഇവിടുത്തെ ക്യാമറ കേടായിട്ടാണ് സർ കാണുന്നത്. മുൻപ് ഇത് കേടായിരുന്നു. ആ, 1 മാസത്തോളമായി ഇത് പ്രവർത്തിക്കുന്നില്ല. ഫൂട്ടേജൊക്കെ ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ അതിലൊന്നും കാണുന്നില്ല സർ. കൃത്യമായും അതുവഴി തന്നെ അവൻ അകത്ത് കിടന്നല്ലോ. ഡോർ ഈ ഭാഗത്താണെന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വീടിനെ പറ്റി അവൻ ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഓരോ സാധ്യതകൾ പറയായിരുന്നു. ഏത് വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കണമെന്നും ഏത് വഴിയിലൂടെ പുറത്തേക്ക് പോകണമെന്നും അവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? മുത്തച്ഛൻ, മുത്തശ്ശി, എൻ്റെ അമ്മയും പിന്നെ 2 അപ്പച്ചിമാരും. അതിലൊരാളുടെ ഹസ്ബൻഡ് ഇവിടെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സച്ചി. മറ്റേ അപ്പച്ചിയുടെ വിവാഹം കഴിഞ്ഞില്ലേ? ഇല്ല. കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് സർ. ഇത് കവർച്ചാ ശ്രമമല്ല, കൊലപാതക ശ്രമമാണെന്ന് സഞ്ജു ഇന്നലെ പറഞ്ഞില്ലേ? എന്താ അതിന് കാരണം? അങ്ങനെ സംശയിക്കാൻ 1-2 ഇൻസിഡൻസ് വേറെ ഉണ്ടായി. ഇന്നലെ രാത്രി അയാൾ എന്നെ ലക്ഷ്യം വെച്ച് വന്നതാണോന്നും ഒരു ചെറിയ സംശയമുണ്ട് സർ. താഴെ വെച്ച് അയാൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. അതുണ്ടായില്ല. അയാൾ രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. അപ്പോ മറ്റാരെയോ ലക്ഷ്യം വെച്ച് വന്നതാണെന്ന് സഞ്ജു കരുതുന്നു. അതെ സർ. ഷൂസിന്റെ അടയാളൊന്നും കണ്ടില്ല സർ. ശരി. ഡോ വടോ. മറ്റൊരു ഭാരം കൂടി ദൈവം എന്റെ മനസ്സിൽ വെച്ചു തന്നു. രാജുവേട്ടനോട് പോലും എനിക്കിത് പറയാൻ കഴിയുന്നില്ലല്ലോ. സഞ്ജയ്, സർ, CCTV ഫുട്ടേജ് എടുത്തോ? ഇറങ്ങിയോടുന്ന വിഷയം മാത്രമേ ഉള്ളൂ. അതിലാളെ വ്യക്തമല്ല. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ പോകുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഈ വീടിനെ പറ്റി വന്നയാൾക്ക് നല്ല അറിവുണ്ട്. അയാൾ മുമ്പോടെ വന്നിട്ടുണ്ടെന്നാണോ സാറ് സൂചിപ്പിക്കുന്നത്? വന്നിരിക്കാം. അതല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും വഴി ഈ വീടിനെ പറ്റി മനസ്സിലാക്കിയിരിക്കാം. അയ്യോ, കൊള്ളാലോ. സാർ എന്താ വാദിയെ പ്രതിയാക്കണോ? നിങ്ങളിവിടുത്തെ ആരായിട്ട് വരും? ഞാൻ മരുമകനാ. മരുമകന് കൊള്ളാൻ വേണ്ടി പറഞ്ഞതല്ല. കേടായതോ കേടാക്കിയതോ ആയ CCTV ക്യാമറയുടെ മറ പറ്റി ഒരാളെ കൃത്യമായി ബാൽക്കണിയിൽ വരണമെങ്കിൽ ഞങ്ങൾ പോലീസുകാർക്ക് ഇങ്ങനെയും ചിന്തിക്കേണ്ടി വരും. മറ്റൊരു CCTVയിലും അയാൾ പതിഞ്ഞിട്ടില്ല. പുറത്തു നിന്ന് ഒരാൾക്ക് ഈ വീട്ടിലേക്ക് പ്രവേശനമില്ല സർ. അതും മുകൾ നിലയിലേക്ക്. അത് യാദൃച്ഛികമായി സംഭവിച്ചതാവും. സാറ് ആ വഴിക്കൊന്നും ചിന്തിച്ചു കൂട്ടരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം. താങ്ക് യു സർ. ഞാനൊന്ന് ഉറങ്ങിപ്പോയെന്ന് വെച്ച് എന്റെ തലയിൽ ആരും ഒന്ന് കെട്ടിവെക്കരുത്. ദിനേശൻ കൊള്ളരുതാത്തവനെന്ന തോന്നൽ ഇവിടെ ചിലർക്കൊക്കെ ഉണ്ട്. ഗതികേട് കൊണ്ട് പറയുക. ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം കഴിച്ചും പോയി. ദിനേശേട്ടൻ പറയുന്നത് സത്യ. പോലീസുകാർ ആദ്യം സംശയിക്കുന്നത് വീട്ടിലുള്ളവരെയാ. അവരങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? ആരോ ഏണിചാരി കൊടുത്ത പോലെയാണല്ലോ അവൻ കയറി വന്നത്. എന്തായാലും വാതില് തുറന്നു കൊടുക്കാനുള്ള ബുദ്ധി കാണിച്ചില്ല. ഇല്ലെങ്കിൽ കള്ളി പൊളിഞ്ഞേനല്ലോ. മുള്ളും മുനയും വെച്ച് പറയാതെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിട്ട് പറയണം. അല്ല, ദിനേശിന് ഇത് തട്ടേണ്ട കാര്യം എന്താ? ഇവള് പറഞ്ഞതില് കാര്യമില്ലേ? കവിതേച്ചി മനസ്സിലുള്ളത് പറഞ്ഞേ പറ്റൂ. അയ്യോ, ഞാൻ ഈ വീട്ടിലുള്ളവരെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ വീട്ടുകാരല്ലാത്തത് ഞാനും അമ്മുവും രാജുവാ. രാജു എന്തായാലും ഇവിടെ കയറി വന്നവനെ സഹായിച്ചിട്ടില്ല. എങ്കിൽ എറിഞ്ഞവന്റെ കണ്ണു പൊട്ടിക്കില്ലല്ലോ.
അപ്പോ ഞാനോ അമ്മുവോ അതാണോ ഉദ്ദേശിച്ചത്? സച്ചി, എന്താണ് ഇത്? മോനെ എന്താ ഈ പറയുന്നേ? സച്ചിയെ ഞങ്ങൾ ആരും അന്യനായി കണ്ടിട്ടില്ലല്ലോ. സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ മടിക്കുന്ന ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. കവിത അവളെയായിരിക്കും ഉദ്ദേശിച്ചത്. അതെ വല്യേച്ചി, അവൾക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അവളുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കണം. ഈശ്വര, എല്ലാം ചെയ്തിട്ട് കവിത ചേച്ചി എന്നെ കുറ്റക്കാരിയാക്കാണ്. അല്ല, എവിടെ അവള്? ഇങ്ങോട്ട് വിളിക്കവളെ. അവൾ ഈ വീട്ടിലേക്ക് ആരെയെ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറയിപ്പിക്കാം. അമ്മോ, എടി അമ്മോ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അമ്മു വരില്ല. നിങ്ങൾക്ക് മുന്നിൽ വിചാരണയ്ക്ക് നിന്ന് തരാൻ ഞാൻ അവളെ അനുവദിച്ചിട്ട് വേണ്ടേ? ഇത് വളരെ ക്രൂരതയാ. ദൈവം പോലും പൊറുക്കില്ല. അമ്മു, നീ ഇങ്ങോട്ട് വന്നാ ഞാനും നീയുമായിട്ടുള്ള ബന്ധം അവസാനിക്കും. ഇന്നലെ എന്റെ കൂടെയാ അവള് കഴിഞ്ഞത്. ഒരാളോട് ഇഷ്ടമല്ലാന്ന് കരുതി എന്തും വിളിച്ച് കൂവരുത്. ആ പാവം കൊച്ചിനെ ഇതുമായി കൂട്ടിക്കെട്ടിയത് കടന്ന കൈയായിപ്പോയി. അതിന് കാഞ്ചന കൂട്ടുനിന്നതും തീരെ ശരിയായില്ല. അതെ, നിർത്ത്. ഇനി ഇത്തരം സംസാരോട് വേണ്ട. ഏതോ ഒരു കക്കം കയറിയിട്ട് വീട്ടിലുള്ളവർ പരസ്പരം പഴിയാറുണ്ട. അമ്മു അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും. പക്ഷേ ക്ഷമിച്ചുകളെ ഞാൻ പറയില്ല. വീട്ടിലുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് എനിക്ക് ശീലമായിപ്പോയി. അതുകൊണ്ട് സങ്കടമൊന്നുമില്ല. കവിതപ്പച്ചയ്ക്ക് തീരെ മനസാക്ഷിയില്ല. വല്യപ്പച്ച അല്ലാതെ കവിതപ്പച്ചയെ ആരും അനുകൂലിക്കില്ല. കൂട്ടുകാരൻ പോയിക്കോ, ഞാനിതൊക്കെ മറന്നു. ഞാൻ അമ്മൂനെ കാണാൻ വന്നത് മറ്റൊരു കാര്യം ചോദിക്കാനാ. കവിതപ്പച്ചി ഇപ്പൊ കാണിച്ചത് തീരെ തരംതാണ കളിയായിപ്പോയി. അതിന് ഒരു വ്യക്തമായ കാരണം ഉണ്ടാവുമല്ലോ. എന്ത് കാരണം? ഒന്നുമില്ല. എന്റെ മുഖത്ത് നോക്കി പറ. അമ്മൂനോട് വല്യപ്പച്ചിക്ക് നീരസം തോന്നാൻ കാരണമുണ്ട്. അത് സ്വാതി അമ്മൂനോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ തന്നെയാണ്. കിട്ടിയ അവസരം വല്യപ്പച്ചി പ്രയോജനപ്പെടുത്തി. പക്ഷേ കവിതയപ്പച്ചി ഒന്നും മനസ്സിൽ കാണാതെ അമ്മൂനെ കൊടുക്കാൻ നോക്കില്ല. ഞാനിവിടെ നിൽക്കുന്നതില് കവിത ചേച്ചിക്ക് ഇഷ്ടക്കേടുണ്ടാവും. അമ്മു കടിച്ചു തൂങ്ങി നിൽക്കുകയല്ല. ഈ വീട്ടിലെ പണികൾ ചെയ്യുന്നുണ്ട്. രുചിയോടെ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. ആരുടെ കാര്യങ്ങളിലും ഇടപെടുന്നില്ല. സദസ്സിൽ പോലും വന്ന് നിൽക്കുന്നില്ല. കവിതപ്പിച്ചൊഴികെ എല്ലാവർക്കും അമ്മൂനെ ഇഷ്ടമാണ്. ഇത്രയും ഗുരുതരമായൊരു ആരോപണം വിലപ്പോവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കവിതപ്പിച്ചി അമ്മുവിന്റെ തലയിൽ ചാർത്തിയെങ്കിൽ അവർക്ക് അമ്മ ഒരു കരടാണ്. അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. കവിതപ്പിച്ചിയുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അമ്മുനറിയോ? എന്ത് രഹസ്യം? അമ്മൂന് കള്ളം പറയാൻ അറിയില്ല. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് സംസാരിക്കാനും ശീലിച്ചിട്ടില്ല. ഈ മുഖം തന്നെ പറയുന്നുണ്ടല്ലോ, കവിതയപ്പച്ചയ്ക്ക് അലോസരപ്പെടുത്തുന്ന എന്തോ ഒന്ന് അമ്മൂന്റെ മനസ്സിലുണ്ടെന്ന്. അമ്മൂന് ഇപ്പോൾ ഉണ്ടായ അപമാനത്തിന് ഒരു തിരിച്ചടി കൊടുക്കണം. അമ്മു ആരെയും പേടിക്കണ്ട. ഒരു കൊലയാളിയെ ചേർത്താ അമ്മൂന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെ താഴേക്ക് വാ. ആരും അമ്മൂനെ തൊടില്ല. അമ്മൂന്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ തരുന്ന വാക്കാ. കൂട്ടുകാരൻ എന്നെ സങ്കടപ്പെടുത്താതിപ്പോ. എനിക്കൊന്നും അറിയില്ല. ജീവിതത്തിലെന്നും ഞാൻ തോറ്റുപോയിട്ടേ ഉള്ളൂ. എനിക്ക് ആരെയും ശിക്ഷിക്കണ്ട. നിന്റെ മിഴികൾ തുളുമ്പാതെ ഞാൻ നോക്കുമോ?
വേലക്കാരി പെണ്ണിനെ കൊല്ലാൻ പറഞ്ഞോ അത് ചെയ്തിട്ട് പോണം. കില്ലറാണ് പോലും. എവിടുന്ന് കിട്ടി ഗൗതത്തിന് ഇതുപോലൊരു തന്നെ? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. കുടുംബാംഗങ്ങൾക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകട്ടെ. പ്രഭേ, ചടങ്ങ് കഴിഞ്ഞല്ലോ, നമുക്കങ്ങ് ഇറങ്ങാൻ. വിളക്ക് കൊണ്ടുപോട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇറങ്ങ. നിനക്ക് വരാൻ ഉദ്ദേശമുണ്ടോ? ഞാനിപ്പോ അമ്മയോടൊന്നും പറയുന്നില്ല. ഇറങ്ങാച്ചാ, ഞാനിപ്പോ വരാം. ശ്രീകുട്ടി, നീ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാനെ പോകുന്നെങ്കിലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ കാഞ്ചന ഉണ്ടാവില്ലേ? ഒരിക്കലും ഈ വീടും വീട്ടുകാരും വേണ്ടാന്ന് വെച്ച ഞാൻ അതിനും മടിക്കില്ലേ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. രണ്ടിലൊരാളെ ഇനി ചന്ദ്രകാന്തത്തിൽ ഉണ്ടാവൂ. അമ്മു, താഴെ നടന്ന സംസാരമൊന്നും അമ്മ കേട്ടില്ലേ? എന്താ ചേച്ചി? ഞാൻ പൂജാ റൂമിലായിരുന്നു. ഇവിടെ വന്നപ്പോ താഴെ പൂജ നടക്കുന്നത് കണ്ടു. ഭാഗ്യം അവളൊന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചിയോട് കേട്ടെന്ന് പറഞ്ഞ് ചേച്ചിയുടെ മനസ്സ് വേദനിക്കും. അമ്മയ്ക്ക് എന്തോ തിരക്കുണ്ട്, പോകാൻ ധൃതി കൂട്ടുക. ഇനി എന്ന് കാണും ചേച്ചി? നമുക്ക് കാണാതിരിക്കാനാവില്ലല്ലോ. മറക്കാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു ഇന്നും ഇന്നലെ. അതിന് ഞാനും പങ്കാളിയായി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിനക്കിവിടെ ഞാൻ കരുതുന്ന പോലൊരു സ്ഥാനമില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാനും മനസ്സനുവദിക്കുന്നില്ല. അതൊക്കെ ചേച്ചിയുടെ തോന്നല. എല്ലാവർക്കും എന്നെ വലിയ കാര്യമോ? മനസ്സ് വേദനിച്ച് അമ്മൂന് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. കുറച്ചു ദിവസം കൂടി സഞ്ജുവിന്റെ അമ്മയ്ക്കൊപ്പം നീ വേണോന്ന് പറഞ്ഞിട്ടാ നിന്നെ ഇവിടെ നിർത്തി ഞാൻ പോകുന്നേ. ആരുടെയും കുത്തുവാക്ക് കേട്ട് നീ ഇവിടെ നിൽക്കണ്ട. നിനക്ക് നിന്റെ ചേച്ചിയുണ്ട്. ഒരു കാലത്തും നിന്നെ ഞാൻ കൈവിടില്ല അമ്മു. നീ എന്റെ അനിയത്തിയല്ലേ? വാ, താഴേക്ക് പോവാ. വേണ്ട, ചേച്ചി പോകുന്നത് കണ്ട ഞാൻ കരഞ്ഞു പോവും. ഞാൻ അവിടെ നിന്നോളാം. ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. കാഞ്ചന, വളരെ സങ്കടകരമായി പോയി. അമ്മുവിനോട് എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും കാഞ്ചന കവിതയെ അനുകൂലിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ആരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട.
എന്നിട്ട് എന്തായി? ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും നിങ്ങളെ പിന്തുണച്ചോ? അവൾ ആളെ മയക്കാൻ മെടിക്കല്ലേ. തരാതരം പോലെ ഓരോരുത്തരുടെ ആവശ്യങ്ങള് കണ്ടറിഞ്ഞു നിന്നോളും. എന്തിനാ അച്ഛാ വെറുതെ തർക്കിക്കാൻ പോകുന്നേ? നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളടി. ഇന്നലെ രാത്രി ഒരുത്തൻ മംഗലശ്ശേരിയിൽ കേറിയിട്ടുണ്ടെങ്കിലേ അത് അവളെ കാണാൻ തന്നെയേ. അതെ, അമ്മു എന്റെ അടുത്തിരുന്ന അവനെ വിളിച്ചത്. ചിരിച്ചോ? ഇന്നലെ രാത്രി അവളുടെ റൂമില് മോള് കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രഭ മറക്കണ്ട. CCTV കേടുവരുത്തിയതും അമ്മു ആയിരിക്കും. അതിനെന്താ അച്ഛന് സംശയം? നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ജീവിതം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. ആരെ നീ അമിതമായി വിശ്വസിക്കുന്നു അവരിൽ നിന്ന് തന്നെ ശ്രീകുട്ടി നിനക്ക് തിരിച്ചടി ഉണ്ടാവും. ഈ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠവാ. ആ പെണ്ണ് കാരണം നീ നെഞ്ചുപൊട്ടി കരയുന്നത് കാണേണ്ടി വരുന്ന വേദനയാ എനിക്ക്. ഒരു പക്ഷെ സഞ്ജു കാരണം എനിക്ക് ദുഃഖിക്കേണ്ടി വന്നാ പോലും അമ്മു കാരണം എനിക്ക് കരയേണ്ടി വരില്ല. രക്തബന്ധം മാത്രമല്ല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്ന എന്ന് അമ്മ ഒന്ന് മനസ്സിലാക്ക്. അർഹതപ്പെടാത്ത ഒന്നും അമ്മു സ്വീകരിക്കില്ല. അവളെപ്പോലൊരു പെണ്ണിനെ ഈ ഭൂമിയിൽ ഞാൻ കാണാനും പോകുന്നില്ല. അമ്മ കൂടി അവളെ ഉൾക്കൊള്ളാൻ ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമായേനെ. എനിക്കങ്ങനെ ഒരു ഗതികേട് വരില്ലടി. തെരുവിൽ നിന്ന് വന്നവളെ മനസ്സിലെടുത്ത് വെക്കാൻ മാത്രം അത്രയ്ക്ക് അധപ്പതിച്ചിട്ടില്ല ഈ കാഞ്ചന. അച്ഛനും മകൾക്കും എന്തു ആവാം. പക്ഷെ എന്റെ സ്വസ്ഥതയിലേക്ക് ആ പെണ്ണിനെ നിങ്ങൾ രണ്ടുപേരും കടത്തിവിടരുത്. അവളും ശ്രീദേവിയും എന്റെ കണ്ണിൽ ഒരുപോലെയാ. എന്റെ കുടുംബം തകർക്കാൻ വന്നവരാ അവര് രണ്ടുപേരും. അമ്മയ്ക്ക് വേണ്ടി മോള് ക്ഷമിക്ക്. കവിതയും കാഞ്ചനയും എന്നോടുള്ള ദേഷ്യ നിന്നോട് തീർത്തത്. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് ചേച്ചിയോട് കള്ളം പറഞ്ഞ സങ്കടം എനിക്കുള്ളൂ. അത് നന്നായി. നീ വിഷമിക്കുകയാണെന്ന് തോന്നിയ അവള് നിന്നെ ഇവിടെ നിർത്തില്ല. ഇന്നലത്തെ ആ കാഴ്ച കണ്ണിൽ നിന്ന് പോകുന്നില്ല മോളെ. എന്റെ മോന്റെ കഴുത്തിൽ കത്തിവെച്ചൊരാൾ. എന്റെ ജീവിതം ഇന്നലെ രാത്രി അവസാനിക്കുമെന്ന് ഞാൻ കരുതിയത്. ഇപ്പോഴും എന്റെ മനസ്സിൽ മുഴങ്ങുന്നത് ശാസ്ത്രികളുടെ വാക്കുകളാ. പ്രാണഗണ്ഡം അഥവാ ജീവാപായം വിട്ടൊഴിയാൻ ജാതകക്കാരന്റെ ഭാര്യ ഇന്ന് തന്നെ പൂജകൾ തുടങ്ങിക്കോളും. ഇന്നലെ നടന്നത് ഒരു പരീക്ഷണമായിരുന്നു. അമ്മയുടെ മകന് എത്രമാത്രം ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പരീക്ഷിക്കപ്പെട്ടതായി അമ്മ കരുതണം. പരീക്ഷണമല്ല മോളെ, ദൈവം തന്ന മുന്നറിയിപ്പാ. പൂജ തുടങ്ങാനുള്ള മുന്നറിയിപ്പാ ഇന്നലെ ഉണ്ടായത്. ജ്യോതിഷ പ്രവചനം ഒരു ഭാഗത്ത് സത്യമായി വരുമ്പോ മറുഭാഗത്ത് പിഴവുണ്ടായെന്ന് ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവന്റെ കല്യാണം കഴിഞ്ഞു കാണും. അവനത് എന്നോട് പറയാത്തതാ. അമ്മയുടെ മകൻ നിരപരാധിയാ. ചേച്ചിയും അമ്മയുടെ മോനും മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചവരല്ലേ അമ്മേ? അതിന് താലി കെട്ടണമെന്നൊന്നുമില്ല. അമ്മയുടെ മോനൊരു ഭാര്യയുണ്ടെങ്കിൽ അത് ചേച്ചി മാത്രം. ഞാൻ ഈശ്വരനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. മനസ്സുകൊണ്ട് ഭരിച്ചവൾ ഭാര്യയാകുമെങ്കിൽ അവള് വേണം അവന് വേണ്ടി പൂജ ചെയ്യാൻ. ഈശ്വരൻ എനിക്കൊരു ഉത്തരം തരട്ടെ. ഈശ്വര, അമ്മയുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ. മകൻ താലി കെട്ടിയ പെണ്ണിനെ മുന്നിൽ നിർത്തി അമ്മ മകന്റെ ഭാര്യയെ അന്വേഷിക്കുന്നു. അമ്മയുടെ മകൻ കല്യാണം കഴിച്ചത് എന്റെ ചേച്ചിയാണെന്ന് ഞാനും പറയുന്നു.